But I know the shortest way to fill the glass form. On the outside the same on this dance floor. Only one of us is from the jungle. Melayale, Melayale from Portugal. Give me Melayale, Melayale from Portugal. Give me the. Hi friends, welcome back to Malayali from Portugal. ഇന്നൊരു സൺഡേ ആണ്, ഒരു അവധിയുള്ള ദിവസം. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ച് ഞാൻ ഇന്നൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാന്ന്. കുറെ നാളത്തുള്ള ഒരു ആഗ്രഹമാണ് ഒരു വലിയ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണമെന്ന്. അപ്പൊ ഇന്ന് അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സാധനങ്ങളൊക്കെ പോയി വാങ്ങിക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരെല്ലാവരും അതുപോലെ തന്നെ കാണണേ. അപ്പൊ നമുക്ക് ട്രീ മേക്ക് ചെയ്താലോ? ചെയ്യാം. നമ്മളിതാ ഇവിടെ ട്രീ ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് പൊട്ടിക്കാം. എനിക്ക് കുട്ടിക്കാലം മുതലേ ഉള്ള ആഗ്രഹമാണ് ഇങ്ങനെ ക്രിസ്മസ് ടൈം ആകുമ്പോൾ വീട്ടിലൊരു ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് അതിനു ചുറ്റും കുറച്ച് അലങ്കാരങ്ങളൊക്കെ വെച്ച് വീട് മുഴുവൻ ഒരു ഫെസ്റ്റിവൽ ഫീൽ ഉണ്ടാകണം എന്നൊക്കെ. അന്നത്തെ കാലത്ത് അത് കാണുന്നത് മാത്രമായിരുന്നു. മറ്റുള്ളവരുടെ വീട്ടിൽ അല്ലെങ്കിൽ ടിവിയിലും സിനിമകളിലും കണ്ടു മനസ്സിൽ സൂക്ഷിച്ച ഒരു ചെറിയ സ്വപ്നം. പക്ഷെ കാലം മുന്നോട്ട് പോയപ്പോൾ പഠനം, ജോലി, ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ ആഗ്രഹം സാധിച്ചില്ല. ഇതൊക്കെ വലിയ ആഗ്രഹമാണോ എന്ന് കേൾക്കുന്നവർക്ക് തോന്നിയേക്കാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചെറിയ ആഗ്രഹങ്ങളാണ് നമ്മളെ ഉള്ളിൽ നിന്ന് സന്തോഷിപ്പിക്കുന്നത്. ഇപ്പൊ ഇന്ന് ഫൈനലി ആ ആഗ്രഹം സാധിക്കാൻ പോവുകയാണ് കേട്ടോ. ട്രീ ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഒരു കുട്ടിക്കാല സന്തോഷം വീണ്ടും ഉള്ളിൽ നിന്ന് വരുന്നത് പോലെ. ഓരോ ഡെക്കറേഷൻ കയ്യിലെടുക്കുമ്പോഴും ഇത് ഇവിടെ വെക്കാം അല്ലെങ്കിൽ അവിടെ വെക്കണോ എന്ന് മനസ്സിൽ ചെറിയ ചെറിയ കൺഫ്യൂഷനും കൂടെ എക്സൈറ്റ്മെന്റും. സത്യം പറഞ്ഞാൽ വലിയ ക്രിസ്മസ് ട്രീ പറഞ്ഞ് ഇപ്പൊ വലിയ ക്രിസ്മസ് ട്രീ ആയിട്ടുണ്ട് ഗൈസ്. പക്ഷെ നമ്മൾ അവിടെ വെച്ച് കണ്ടില്ല. ഇതിലൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. എന്റെ ഇടത്തും വലത്തും നിൽക്കുന്ന ഈ രണ്ടുപേരുടെ എക്സൈറ്റ്മെന്റ്. എന്റെ ഈ ചെറിയ ആഗ്രഹം സാധിക്കാൻ എന്നെക്കാളും കൂടുതൽ എഫേർട്ട് എടുത്തത് ഇവർ രണ്ടുപേരാണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ പൊന്നായ്ക്ക് പനിയായിരുന്നേ. അവൻ എഴുന്നേക്കാൻ പോലും വയ്യായിരുന്നു. പിന്നെ ഞങ്ങൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് വാങ്ങി തിരിച്ചു വന്നിട്ടാണ് ഈ ട്രീ മേക്ക് ചെയ്യാൻ തുടങ്ങിയത്. വയ്യായിരുന്നിട്ട് പോലും മരുന്ന് കഴിച്ച് കുറച്ച് എനർജി വന്നപ്പോൾ അവനും ഞങ്ങളുടെ കൂടെ കൂടി. ട്രീ സെറ്റ് ചെയ്യുമ്പോഴും ഓരോ ഡെക്കറേഷൻ ഇടുമ്പോഴും ഇവരുടെ മുഖത്തെ സന്തോഷവും എക്സൈറ്റ്മെന്റും കാണുമ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും തോന്നിയത് ഒരേ ഒരു കാര്യമാണ്. ഈ സന്തോഷം എന്റേത് മാത്രമല്ല, ഇത് ഞങ്ങളുടെ സന്തോഷമാണ്. ഇതാണ്ട് ഈ ഒരു സാധനം ഞാൻ നിങ്ങൾ മറ്റേ വീഡിയോയിൽ കണ്ടു കാണും. ഈ സാധനവും ഇത് വാങ്ങിച്ചേ. ഇത് വാതിലിന്റെ അവിടെ വെക്കാന്ന് പറഞ്ഞാണ് ഞാൻ മേടിച്ചത്. പക്ഷേ ഇത് അവിടെ വെക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല. കാരണം അവിടെ ഇത് വെക്കാൻ വേണ്ടിയുള്ള ഒരു ആണിയൊന്നും വെച്ചിട്ടില്ല. ഈ ട്രീ മേക്ക് ചെയ്യുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ. പുറത്തു നിന്ന് കാണുമ്പോൾ ഒന്ന് എളുപ്പം പോലെ തോന്നും. പക്ഷെ ഇതിലെ ഓരോ ലീഫും വിടർത്തി ശരിയായ ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ തന്നെ നല്ല സമയം വേണ്ടിവരും. ഇത് ചെയ്തെടുക്കാൻ ഒരുപാട് പേഷ്യൻസ് വേണം. പെട്ടെന്ന് ചെയ്തു തീർക്കാവുന്ന ഒരു വർക്കല്ല. പ്രോപ്പറായി ഫുൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഹാഫ് ഡേ തന്നെ വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ ആദ്യമായി ചെയ്യുന്നതായതുകൊണ്ട് നല്ല സമയമെടുത്താണേ തീർത്തത്. പെട്ടെന്ന് തീർക്കണമെന്ന പ്രഷറൊന്നും ഞാൻ എടുത്തില്ല. സ്ലോ ആയി ഓരോ സ്റ്റെപ്പും എൻജോയ് ചെയ്തുകൊണ്ടാണ് ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ പൊന്നായ്ക്ക് പനി ഉണ്ടായിരുന്നല്ലോ. അതിന്റെ ചെറിയ തുടക്കം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നേ. അതുകൊണ്ട് പെട്ടെന്ന് ക്ഷീണം വരുന്നത് പോലെ തോന്നി. ഇവിടെ ക്ലൈമറ്റ് മാറി വിന്റർ സീസൺ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു പനി എല്ലാ വർഷവും ഞങ്ങൾക്ക് 3 പേർക്കും വരാറുണ്ട്. ഒരുപക്ഷെ സീസൺ ചേഞ്ച് ആകുമ്പോൾ നമ്മുടെ ബോഡി അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രോസസ് ആയിരിക്കാം ഇത്. പ്രകൃതിയിൽ ചെറിയ മാറ്റം വരുമ്പോൾ പോലും അതിന്റെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ കാണും. കോൾഡ് വെതർ, മാറുന്ന ടെമ്പറേച്ചർ, മുൻപുണ്ടായിരുന്ന റുട്ടീൻ എല്ലാം മാറുമ്പോൾ നമ്മളും അതിനനുസരിച്ച് ചേഞ്ച് ആവേണ്ടി വരും. എന്നാലും ട്രീ മേക്ക് ചെയ്യൽ ഞാൻ പാതിയിൽ നിർത്തിയില്ല കേട്ടോ. ഇടയ്ക്ക് റെസ്റ്റ് എടുത്തു, വീണ്ടും തുടർന്നു. കാരണം ഇതൊരു ഡെക്കറേഷൻ വർക്ക് മാത്രമല്ല, എന്റെ ആഗ്രഹം സാധിക്കുന്നത് കൂടിയാണ്.
ഫങ്ഷണാലിറ്റി മോൾസ്. ഇവിടെ ചുറ്റുന്ന സാധനം കൊണ്ടാകുമ്പോ ചുറ്റാൻ ഈ സാധനം ഉണ്ട്. നമുക്കത് കൊടുത്താലോ? ഈ ട്രീ ഇന്ന് എന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അത് വെറും ഒരു അലങ്കാരമായി മാത്രമല്ല കേട്ടോ എനിക്ക് തോന്നുന്നത്. വർഷങ്ങളായി മനസ്സിൽ സൂക്ഷിച്ച ഒരാഗ്രഹം, അത് സാധ്യമാവുന്ന നിമിഷവും കൂടിയാണിത്. നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ വലുതോ ചെറുതോ എന്നതിലല്ല കാര്യം, അത് സാധ്യമാകുന്ന ആ ഒരു നിമിഷത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷമില്ലേ, അത് ആരോടും വിശദീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. പിന്നെ ഞങ്ങൾ ലൈറ്റൊക്കെ ഇടാൻ തുടങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആയേ ഞങ്ങൾ ഇതൊക്കെ ചെയ്തു വന്നപ്പം. അപ്പം ഞങ്ങൾ കരുതി എന്തായാലും പുറത്തു പോയി ഇനി ഫുഡ് കഴിക്കാന്ന്. കാരണം വീട്ടിൽ കുക്കിംഗ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഈ ട്രീ മേക്ക് ചെയ്യുന്നതിലോട്ടായിരുന്നു ഇന്നത്തെ ശ്രദ്ധ എല്ലാവർക്കും. അപ്പൊ ഇന്ന് ഞങ്ങൾ പുറത്തു പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പൊ 9 മണി കഴിഞ്ഞേ. അപ്പൊ ഗൈസ്, ക്രിസ്മസ് ട്രീയുടെ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇനി കുറച്ചും കൂടി അതിനകത്ത് പണിയുണ്ട്. അപ്പോ ഇപ്പം സമയം 9 മണിയായി. ഇനിയും ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയില്ലെങ്കിൽ അവിടുത്തെ റെസ്റ്റോറന്റ് ഫുൾ അടയ്ക്കും. അപ്പൊ എന്തായാലും ഞങ്ങൾ എന്തായാലും ഡിന്നർ കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി ചെയ്യാന്ന് വിചാരിച്ച്. അപ്പം ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാമേ. അപ്പൊ ഞങ്ങളിതാ ഡിന്നർ കഴിക്കാൻ പോവാണേ. സത്യം പറഞ്ഞാൽ ലേറ്റ് ആയി, 9 മണി കഴിഞ്ഞിപ്പം. അവിടെ ഇപ്പൊ എന്തായാലും നല്ല തിരക്കായിരിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊപ്പം ഡിന്നർ കഴിക്കാൻ വന്നില്ലേ, അതേ റെസ്റ്റോറന്റിൽ തന്നെയാണ് ഇന്ന് ഞങ്ങൾ പോയത്. റാറ്റേൽ വോക്ക് എന്ന് പറയുന്ന റെസ്റ്റോറന്റില് കുറെ സമയമൊന്നും ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തില്ല. ഞങ്ങൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നേ. കാരണം അവിടെ ട്രീ ഇനി ബാക്കി അതിന്റെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങള് പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് വന്നേ. ഇന്ന് ഞങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങളായാലും വളരെ ധൃതി പിടിച്ചാണ് ഞങ്ങൾ ചെയ്തത്. കാരണം ഇന്നൊരു സൺഡേ, ഇന്നൊരു അവധി ദിവസം, ഇന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ സമയമുള്ളൂ. നാളെ ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയുണ്ട്. ഷഹാമിന് സ്കൂളിൽ പോകണം, പിന്നെ അവന് രാവിലെ പനിയായിരുന്നു, അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പം അത്രത്തോളം എഫേർട്ട് എടുത്താണ് ഇന്ന് ഞങ്ങൾ ഈ ജോലിയെല്ലാം തീർത്തത്. അറ്റ്ലീസ്റ്റ് ഫുഡ് കഴിക്കുന്ന പോലും ഞങ്ങൾ ധൃതി പിടിച്ചാണ് ഇന്ന് കഴിച്ചത്. അപ്പോ ഇന്ന് ഞങ്ങൾ ഈ മേക്ക് ചെയ്ത ക്രിസ്മസ് ട്രീ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരേ ഒരു കാര്യമാണ്, ചില സ്വപ്നങ്ങൾ നമുക്ക് വൈകിയായിരിക്കും വരുന്നത്, പക്ഷെ അവ നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കും. ഇന്ന് ഈ ക്രിസ്മസ് ട്രീ എന്റെ സന്തോഷമാണ്, എന്റെ ഒരു ചെറിയ പക്ഷെ മനോഹരമായ സ്വപ്നം. ഗൈസ്, ദാ നമ്മുടെ ട്രീ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് കുറച്ചും കൂടി ഈ റൗണ്ട് ബബിൾസ് ഒക്കെ തൂക്കാനുണ്ട്. അപ്പൊ ഞാനത് ഇനി സമയമില്ല, ഇനിയിപ്പൊ നാളെ ചെയ്യാന്ന് വിചാരിച്ചു. ഇന്ന് കുറെ ടയേർഡായി. അപ്പോ ഇന്ന് ഇത്രയുള്ള വീഡിയോ. അപ്പൊ എല്ലാവർക്കും എന്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പൊ വീണ്ടും കാണാം. ബൈ ബൈ.